അതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കിലാണുള്ളത്. ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടിട്ട് വിചാരിക്കണ്ട ഇന്ന് ഫ്രൂട്ടും കൊണ്ടാ വന്നത്. ഇന്ന് ഫ്രൂട്ട് കൊണ്ടല്ല, ഇന്നൊരു കപ്പ് കൊണ്ടാണ് വന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പ് കൊണ്ടിട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അപകടമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് വാങ്ങിയത് മട്ടന്നൂരിൽ വാങ്ങിയത്. ഇതാ നല്ല ബോക്സിലൊക്കെ ഇട്ട് ഇതിനൊരു ലിഡലുണ്ട്. അങ്ങനെയുള്ള ഒരു കപ്പാണ്. ഒരു 6 മാസം മുമ്പ് വാങ്ങിയതാ. കാരണം എനിക്ക് ഇതുപോലെയുള്ള കപ്പിലാണ് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉള്ളിൽ സ്റ്റീലുണ്ട്, പുറത്തിങ്ങനെ ഒരു കോട്ടിങ് ആയിട്ട് തീരെ ഒരു ചൂട് ഇന്ന് കുഴപ്പമുണ്ടാവില്ല. സാധാരണ എനിക്ക് നല്ല ചൂടുള്ള ചായ വേണം, നല്ല ചൂടിൽ കുടിക്കണം, എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ. ചായ നന്നായിട്ട് കുടിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ സാധാരണ ഗ്ലാസ്സിലായാലും ഈ സെറാമിക്കിന്റെ കപ്പ് ഉണ്ടല്ലോ അതിലായാലും ചായ കുടിക്കുമ്പോൾ നമ്മൾ കടിയൊക്കെ തിന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ കടിയൊക്കെ തിന്നു കഴിയുമ്പോഴത്തേക്കും അത് തണിഞ്ഞു പോകും. എനിക്ക് നല്ല ചൂട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കണം. അപ്പൊ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കണം. അപ്പൊ സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ സാധാരണ പിടിക്കുമ്പോൾ കയ്യിലും പൊള്ളുമല്ല. എനിക്ക് കൂളായിട്ട് ഇതിലാകുമ്പോൾ നല്ല ഇതിൽ കുടിച്ച് ശീലമുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് വാങ്ങിയതാ കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ കണ്ടോ ഒരു ഹോളുണ്ട്, അതൊരു ഹോള് തന്നെയാണ്. അപ്പൊ അതിലൂടെ അപ്പം ഇങ്ങനെ കിടക്കിയത് വെള്ളം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കളയും, ഇങ്ങനെ ഫുൾ ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഇതാ തെറിക്കുന്നുണ്ട്, ഇപ്പോഴും തെറിക്കുന്നുണ്ട് വെള്ളം കേട്ടോ. വേണ്ട അതാ വെള്ളം. അപ്പം അങ്ങനെ വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാറ്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ വരുമ്പോ ഒരു ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ തുറക്കാന്ന് ചോദിച്ചു കേട്ടോ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നപ്പം അതിന്റെ ഒരു മേൽഭാഗം മാത്രം കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതുപോലെ വെച്ചത് കേട്ടോ. ഇതിപ്പം തുറന്ന് ഞാൻ ഇതിന്റെ ഇത് കാണിച്ചു തരാം എന്താ ഇതിന്റെ അവസ്ഥ എന്നുള്ളത് കേട്ടോ. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് തുറക്കാന്. പിന്നെ അടഞ്ഞുപോയി, കുറച്ച് തുറന്ന് വന്നതായിരുന്നു. ഒരു മിനിറ്റ്. അപ്പൊ ഒരു കത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൈ പോവാ അടക്കട്ടെ. ഇനി സ്പൂണിനെ കൊണ്ട് ഓപ്പണായേ. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ ഒരാഴ്ചത്തേക്ക് സെറ്റാണ് കൈൻ്റെ കാര്യം. അത് ഭയങ്കര പേടിയാണ്. പിന്നെ ഒന്നും ചെയ്യാനാവില്ല. യെസ്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത് ഗ്ലാസിന്റെ. മോനെ ഇത് കാണിച്ചു കൊടുക്കട്ടെ. വേണ്ടോ സ്റ്റീൽ ഭാഗം ഇങ്ങനെയാണുള്ളത്. ഇവിടെ ഫുള്ള് ഇത് കണ്ടോ, ഫുള്ള് അഴുക്കുണ്ട്. ഗ്ലാസിന്റെ കപ്പിന്റെ ഉള്ളിലാണോ? ഇതാണ് അവസ്ഥ. ഫുള്ള് ഇത് എനിക്ക് തോന്നുന്നു ഇതിലും നിങ്ങൾ കാണുന്നതിനേക്കാളും ഇച്ചിരി കൂടി ഡാർക്കിലാണുള്ളത്. ഒരു വീഡിയോയുടെ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ഡേർട്ടുകൾ ഇതിനകത്തുണ്ട്. ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണുള്ളത്. ഫുള്ള് അഴുക്കാട്ടോ. ഇത് ഫുള്ള് ഡിസൈനൊന്നും അല്ല. ഇതാ കയ്യിലിതാ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് വേണ്ട, നമുക്കിനി ഈ സംഭവം വേണ്ട. ഇനി എന്തെങ്കിലും ചെടികളൊക്കെ നട്ട് വെക്കാം അല്ലേ? അതിനേ പറ്റുള്ളൂ. ഇത് എന്തെങ്കിലും ചെടികൾ എന്തെങ്കിലും നട്ട് വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം വാങ്ങുമ്പോൾ സൂക്ഷിക്കാം, പറ്റൂല ഇതേപോലത്തെ. ഓക്കെ, ബൈ. നിങ്ങൾ തന്നെ പറയാം.